ഇന്ത്യൻ റെയിൽവേയിലെ യാത്രകൾ എപ്പോഴും സവിശേഷമായ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ജനാലക്കരികിലിരുന്ന് പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം യാത്രകളുടെ മാറ്റുകൂട്ടുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭക്ഷണം. വലിയൊരു വിഭാഗം ആളുകളും യാത്രകളിൽ ട്രെയിനിലെ പാൻട്രി കാറുകളിൽ നിന്നോ സ്റ്റേഷനുകളിൽ നിന്നോ ഭക്ഷണം വാങ്ങാൻ ഇഷ്ടപ്പെടുമ്പോൾ ഭൂരിഭാഗം കുടുംബങ്ങളും വീട്ടിൽ നിന്നുണ്ടാക്കിയ സ്വാദിഷ്ടമായ പൊതിച്ചോറോ മറ്റ് പരമ്പരാഗത വിഭവങ്ങളോ കൂടെ കരുതാറാണ് താല്പര്യപ്പെടുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും യാത്രയിലെ സാമ്പത്തികം ലാഭിക്കാനും ഇത് സഹായിക്കുമെന്നതിൽ തർക്കമില്ല. എന്നാൽ ഈ മാതൃകാപരമായ ശീലം ചിലപ്പോഴൊക്കെ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും നിയമപരമായ സങ്കീർണതകളിലേക്ക് പോലും വഴിമാറാം എന്ന് പലരും ചിന്തിക്കാറില്ല. റെയിൽവേയുടെ കർശനമായ പുതിയ നിയമങ്ങളും ശുചിത്വ പരിപാലന വ്യവസ്ഥകളും കൃത്യമായി മനസ്സിലാക്കാത്ത പക്ഷം നിങ്ങളുടെ പ്രിയപ്പെട്ട യാത്രകളുടെ സന്തോഷം കനത്ത പിഴയായി ഒടുങ്ങേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരം ട്രെയിനിൽ വെച്ച് കഴിക്കുന്നത് റെയിൽവേ ചട്ടങ്ങൾ പ്രകാരം ഒരു കുറ്റമൊന്നുമല്ല. എന്നാൽ ഇവിടെ നമ്മൾ വരുത്തുന്ന വലിയൊരു അബദ്ധമാണ് അധികൃതരെ കർശന നടപടികളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഈയിടെ ഒരു കുടുംബത്തിന് ട്രെയിൻ യാത്രക്കിടയിൽ കനത്ത പിഴ ഒടുക്കേണ്ടി വന്ന സംഭവം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരുന്നു. വീട്ടിൽ നിന്ന് പാകം ചെയ്ത വിഭവങ്ങളുമായി യാത്ര ചെയ്ത ആ കുടുംബം ആഹാരം കഴിച്ചതിന് ശേഷം ബാക്കി വന്ന അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും തങ്ങളുടെ സീറ്റിന് താഴെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. തൊട്ടു പിന്നാലെ സ്ഥലത്തെത്തിയ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇവരെ കൈയോടെ പിടികൂടുകയും നിയമലംഘനത്തിന് പിഴ ചുമത്തുകയും ചെയ്തു. അതായത് വീട്ടിലെ ഭക്ഷണം കഴിച്ചതിനല്ല, മറിച്ച് കഴിച്ചതിന് ശേഷം ഉത്തരവാദിത്തമില്ലാതെ റെയിൽവേ പരിസരത്ത് മാലിന്യം തള്ളിയ മനോഭാവത്തിനാണ് റെയിൽവേ പിഴ ഈടാക്കുന്നത് എന്ന് യാത്രക്കാർ തിരിച്ചറിയണം. റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും കോച്ചുകൾക്കുള്ളിലും ശുചിത്വം ഉറപ്പുവരുത്തുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് മാത്രമല്ല, യാത്രക്കാരുടെ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. റെയിൽവേ പരിസരം മലിനമാക്കുന്ന പ്രവണത തടയാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പ്രത്യേക സ്ക്വാഡുകളും ഇപ്പോൾ കർശനമായ നിരീക്ഷണത്തിലാണ്. ഇതിന്റെ തെളിവാണ് ഈസ്റ്റേൺ റെയിൽവേ ഡിവിഷനിൽ നടന്ന വൻ പരിശോധന. ഒരൊറ്റ ദിവസം കൊണ്ട് 1440-ലധികം കേസുകളാണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ രജിസ്റ്റർ ചെയ്തത്. ഇതിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് പിഴ ഇനത്തിൽ മാത്രം ഈടാക്കിയത്. ഹൗറ ഡിവിഷൻ, അസൻസോൾ ഡിവിഷൻ, മാൽഡ, സീൽഡ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായ രീതിയിലാണ് റെയിൽവേ പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. തുടക്കത്തിൽ യാത്രക്കാരിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടികളെങ്കിലും ചട്ടങ്ങൾ ആവർത്തിച്ച് ലംഘിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് അധികൃതരുടെ തീരുമാനം. ഇന്ത്യൻ റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയും അച്ചടക്കവും വർദ്ധിപ്പിക്കുന്നതിനായി വലിയ നിയമ ഭേദഗതികളാണ് ഈ വർഷം വരുത്തിയിട്ടുള്ളത്. ജൻ വിശ്വാസ് ആക്ട് 2026 എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുതിയ ഭേദഗതികളിലൂടെ പ്ലാറ്റ്ഫോമുകളിലോ ട്രെയിനുകൾക്കുള്ളിലോ മാലിന്യം തള്ളുന്നതിനും തുപ്പുന്നതിനുമുള്ള പിഴകൾ കുത്തനെ വർദ്ധിപ്പിച്ചു. ഇതുകൂടാതെ യാത്രക്കാരുടെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന പല നിയമ ലംഘനങ്ങളും സിവിൽ പെനാൽറ്റിയുടെ പരിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയ ചട്ടങ്ങൾ പ്രകാരം ട്രെയിനിലും പ്ലാറ്റ്ഫോമിലും മാലിന്യം തള്ളിയാൽ 500 രൂപ വരെയാണ് തൽക്ഷണ പിഴയായി ഈടാക്കുന്നത്. പുകവലി, അനുമതിയില്ലാത്ത കച്ചവടങ്ങൾ, ഭിക്ഷാടനം എന്നിവയ്ക്ക് 2000 രൂപ വരെയാണ് പിഴ. വനിതകൾക്കായി നീക്കിവെച്ചിട്ടുള്ള കോച്ചുകളിൽ അനധികൃതമായി പ്രവേശിക്കുന്ന പുരുഷന്മാർക്ക് 2500 രൂപ വരെ തൽക്ഷണം പിഴ ചുമത്താനും റെയിൽവേ ജീവനക്കാർക്ക്